അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ലുക്മാൻ. ഞാനൊരു ഫാമിലി സ്റ്റുഡൻ്റാണ്. ഇസ്ലാമിൽ മദ്യവും വ്യഭിചാരവും എല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ സ്വർഗത്തെ പറ്റി ഇസ്ലാം പറയുമ്പോൾ അതിൽ മദ്യപ്പുഴകളുണ്ട്, ഭംഗിയായ ഇണകളെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈയിടെ സിനിമാ നടൻ സലീം കുമാർ ഇതിനെ പരിഹസിച്ചുകൊണ്ടൊരു സംസാരം നടത്തുകയുണ്ടായി. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെ നേരത്തെ ഡോക്ടർ ഷഹബാസിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, നമ്മളുടെ അറിവിന് പരിമിതിയുണ്ട്. ലോകത്തുള്ള ജീവജാലങ്ങളിൽ തന്നെ ഒരു വളരെ ചെറിയ ശതമാനം ജീവികളെക്കുറിച്ചാണ് മനുഷ്യൻ്റെ പഠനമെത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. അറിയാത്തതിനെ എതിർക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ തകരും, ആകെ പ്രശ്നമാകും എന്നാണ് അന്ന് മനുഷ്യർ കരുതിയിരുന്നത്. മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ്. അന്ന് ആ വിമർശനങ്ങൾ ഉന്നയിച്ചവരുടെ പരിമിതിയാണത്. അതുപോലെ തന്നെ എക്സ്പ്രസ് വേ വരുന്നതിനെ ശക്തമായി എതിർത്തവരുണ്ട്. ഓരോ വികസനങ്ങൾ വരുമ്പോഴും ഒരുപക്ഷെ ഇന്നുള്ള സൗകര്യങ്ങൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ മുമ്പ് കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് അവരുടെ ഒരു പരിമിതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മനുഷ്യൻ്റെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ സ്വർഗത്തെപ്പറ്റി ചിന്തിക്കുന്നത്, സ്വർഗത്തിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നത്. സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾക്കപ്പുറത്തുള്ളതാണ്. സാധാരണ ആളുകൾ പറയും, എത്ര സുഖങ്ങളുണ്ടെങ്കിലും അത് മടുക്കൂലേ, അല്ലെങ്കിൽ മരിച്ചാലല്ലേ അതിനൊക്കെ ഒരു പ്രസക്തിയുള്ളൂ. ശരിക്ക് മരണമുണ്ടെങ്കിലാണോ ആസ്വാദനത്തിന് പ്രസക്തി ഉണ്ടാവുക? മരണമില്ലാതിരിക്കുമ്പോഴാണോ? നമുക്ക് മരണമില്ല, വാർദ്ധക്യമില്ല, രോഗങ്ങളില്ല. എപ്പോഴാണ് ആസ്വാദനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുക? മരണമില്ലാതിരിക്കുമ്പോഴാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകത മടുപ്പില്ല എന്നതാണ്. പിന്നെ നമ്മളുടെ ഭൗതികമായ വിഷയങ്ങൾ വെച്ച് ഇവിടത്തെ മദ്യം പോലെയാണ് അവിടെ എന്ന രൂപത്തിലാണ് ആളുകൾ ചിന്തിക്കാറുള്ളത്. സ്വർഗത്തിലെ മദ്യങ്ങളെപ്പറ്റി എന്ന് അവിടെ ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗീയ സുഖങ്ങളെക്കുറിച്ചുള്ള ഉപമകൾ കാണാം. ഇതെന്തിനാണ് ഖുർആൻ പറഞ്ഞത്? മനുഷ്യന് അവന് പരിചിതമായ ഉപമകൾ പരിശുദ്ധ ഖുർആൻ നൽകുകയാണ് ചെയ്തത്. അവിടെ പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യർക്ക് ദോഷമില്ല. അല്ലാതെ ഇവിടത്തെ മദ്യം എന്ന് പറഞ്ഞാൽ അത് കുടിക്കുന്നവന് ഉപദ്രവമാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഉപദ്രവമാണ്, അവൻ്റെ കുടുംബത്തിന് ഉപദ്രവമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ന്യൂനതകളുള്ള, പോരായ്മകളുള്ള ഒന്നും തന്നെ സ്വർഗത്തിലില്ല. മാത്രവുമല്ല, ഒരു മനുഷ്യൻ എന്തു കൊതിക്കുന്നുവോ അത് സ്വർഗത്തിലുണ്ട്. അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. പലപ്പോഴും ഈ വിമർശകന്മാർ ഇതാ 72 ഹൂറികൾ ഒഴുകുന്ന മദ്യത്തിൻ്റെ പുഴകൾ എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും പരിഹാസങ്ങളും കൊണ്ടുവരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തു കൊതിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തിനുള്ള അവസരം സ്വർഗത്തിലുണ്ട്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിലൊരു മനുഷ്യൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കും. കൃഷി ആഗ്രഹിക്കും. കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ ഒരു ഫ്രൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് മുന്നിലേക്ക് എത്തും, അതവന് കിട്ടും. പക്ഷേ ഈ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഹദീസിൽ കാണാം, ആ മനുഷ്യന് അവിടെ കൃഷി ചെയ്യാം. അയാൾ വിത്തുപാകും, ചെടി മുളക്കും, അതിൽ കനികളുണ്ടാകും, അത് അയാൾ കടിക്കും. അവിടെ പിന്നെ വെള്ളം നനയ്ക്കേണ്ട, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ആ ഒരു ആഗ്രഹത്തിനു പോലും, ആ ഒരു കൊതിക്കു പോലും സ്വർഗത്തിൽ അവസരമുണ്ട്. എന്താണോ കൊതിക്കുന്നത് അതവിടെയുണ്ട്. പിന്നെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഒരു ലക്ഷ്യം ഇതാ, ഇവിടെ കുറേ ആളുകൾ ദുനിയാവിലെ ഇവിടെയുള്ള ഭൗതികമായ സുഖങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ സുഖിക്കാം, അവിടെ ചെന്ന് ആസ്വദിക്കാം എന്നാണ് കരുതുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരിമിതികളുണ്ട്. ഇവിടെ എല്ലാ സുഖങ്ങളും അവൻ അനുഭവിക്കാൻ കഴിയില്ല. ഇവിടെ അവന് ചില നിർദ്ദേശങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് മരണത്തിനപ്പുറമുള്ള സുഖമുള്ളത്. മരണത്തിനപ്പുറമുള്ള അവിടെയുള്ള സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ ചിലത് ത്യജിക്കണം, ഇവിടെ ചില കാര്യങ്ങൾ ഒഴിവാക്കണം. എന്താണ് ഒഴിവാക്കേണ്ടത്? നമ്മളോട് നമ്മുടെ സട്ടാവ് ഒഴിവാക്കാൻ പറഞ്ഞത്, നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞത്. അത് മാറി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ആസ്വാദനങ്ങളുണ്ട്. അത് ആർക്കാണുള്ളത്? ഇവിടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നവർക്കാണ്.
ശരി, ഇനി ഈ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷം അങ്ങനെ ഒരു സ്വർഗമില്ല, അങ്ങനെ ഒരു നദികളോ അങ്ങനെ ഏതെങ്കിലും സുഖസൗകര്യങ്ങളോ ഇല്ല. മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു. മനുഷ്യരെ മരണപ്പെട്ട് ഖബറുകളിൽ അടക്കി അവന്റെ ശരീരം മണ്ണായി തീർന്നു. സെമിത്തേരികളിൽ അടക്കി അത് മണ്ണായി തീർന്നു. ഗംഗാ തീരങ്ങളിൽ ഒടുക്കി അത് നദിയുടെ ഭാഗമായി തീർന്നു. പിന്നെ ഒരു ജീവിതമില്ല എങ്കിൽ മരണത്തിന് ശേഷം സ്വർഗമുണ്ട് എന്ന് കരുതി നന്മകൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക് എന്ത് നഷ്ടം? എന്താണ് അവർക്കുള്ള നഷ്ടം? ഇവിടെ നന്മകൾ മാത്രം ചെയ്ത് മാതാപിതാക്കളെ സ്നേഹിച്ച് രാജ്യത്തിൽ നന്മകൾ ചെയ്ത് അയൽവാസിയെ പരിഗണിച്ച് പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പകറ്റി അങ്ങനെ നന്മകൾ പറഞ്ഞ് നന്മകൾ ചെയ്ത് ഇവിടെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് മരണപ്പെട്ടു പോയൊരു മനുഷ്യന് മരണത്തിനപ്പുറം ഒരു സ്വർഗമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം യുക്തിവാദികളെ നിങ്ങളുടെ യുക്തി അനുസരിച്ചുകൊണ്ടുണ്ടോ? ഈ പരിഹസിക്കുന്നവർ പറയട്ടെ, എന്താണ് നഷ്ടം? എന്തെങ്കിലും നഷ്ടമുണ്ടോ? ശരി, ഇനി മറിച്ചൊന്ന് ചിന്തിക്കുക. ഇവിടെ ഞാൻ തോന്നിവാസിയായി ജീവിക്കും, എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കും എന്നു പറഞ്ഞ് മരണപ്പെട്ട് മരണത്തിനപ്പുറം ഒരു സ്വർഗ നരകങ്ങൾ ഉണ്ടെങ്കിലോ? സ്വർഗമുണ്ടെങ്കിൽ നന്മകൾ ചെയ്യുന്നവർക്ക് സ്വർഗവും തിന്മകൾ ചെയ്യുന്നവർക്ക് ഒരു നരകവും ഉണ്ടെങ്കിലോ അവിടെ ആരായിരിക്കും നഷ്ടക്കാർ? ഇവിടെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞ് തോന്നിവാസം ചെയ്യുന്നവരാണ്. ഇസ്ലാം ഉറപ്പിച്ചു പറയുന്നു, മനുഷ്യരെ അങ്ങനെ ഒരു ജീവിതമുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുട്ടിയോട് ഒരാൾ പറയാണ്, ഇതാ ഗർഭപാത്രത്തിനപ്പുറത്തൊരു സൂര്യനുണ്ട്, ഒരു ആകാശമുണ്ട്, അവിടെ മേഘക്കീറുകളുണ്ട്, ആ മേഘത്തിൽ നിന്ന് മഴ പെയ്യും, മഴ പെയ്ത് ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കും, ആ സസ്യങ്ങൾ കടിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ഇതെല്ലാം നിന്റെ ഈ കൊച്ചു ലോകത്തിനു പുറത്തൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നിഷേധിച്ചാൽ ആ ലോകത്തേക്ക് വരാതിരിക്കോ? ഇല്ലല്ലോ. എത്ര നിഷേധിച്ചാലും ആ ലോകത്തേക്ക് എത്തും. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് അറിയപ്പെട്ട നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം നിരീശ്വരവാദത്തിലൂടെ സ്വർഗനരകങ്ങളെ പരിഹസിച്ചു, നാടകങ്ങൾ എഴുതി, നാടകത്തിലൂടെ ഇസ്ലാമിനെ വെല്ലുവിളിച്ചു. അദ്ദേഹത്തിന് മറുപടി എഴുതിയ കെ സി എന്നു പേരുള്ള നിലമ്പൂരുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷകൻ, പണ്ഡിതൻ, അദ്ദേഹം മറുപടിയായിക്കൊണ്ട് ചില നാടകങ്ങൾ എഴുതി. ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന പേരിൽ നാടകം എഴുതി. പിന്നീട് അദ്ദേഹം ഒരു നാടകം എഴുതുകയാണ്. അതിലെ ഒരു കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു അദ്ദേഹം. പിന്നീട് ഒരു ചോദ്യചിഹ്നം ഇട്ടു, ഈ മരണത്തിനപ്പുറം എന്ത്? ഈ മരണത്തിനപ്പുറം എന്ത്? നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന എത്രയോ മനുഷ്യർ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ, നന്മകൾ ചെയ്തിരുന്നവർ, അവർ മരണപ്പെട്ടു. മരണവാർത്തകൾ നമ്മൾ കേട്ടു. ആത്മാവുണ്ടായിരുന്നവർ, ആ മനുഷ്യരെവിടെ? മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞോ? മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചോ? അവിടെയാണ് ഇസ്ലാം പറയുന്നത് അവസാനിക്കുന്നില്ല, മരണം തുടക്കമാണ്. ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് നിഷേധിച്ചാൽ ഈ ഭൂമിയിലേക്ക് വരുന്നത് പോലെ എത്ര നിഷേധിച്ചാലും മരണത്തിനപ്പുറം നമ്മളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരിക്കൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് പ്രയാസമുള്ള വിഷയമല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരുടെയും കൺപോളകൾ വ്യത്യസ്തമാണ്, വിരൽത്തുമ്പുകൾ വ്യത്യസ്തമാണ്, ഓരോ കോശങ്ങളും വ്യത്യസ്തമാണ്. അത്ര സങ്കീർണമായ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനപ്പുറം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഇവിടെ ചെയ്ത നന്മകൾക്ക് പ്രതിഫലവും ഇവിടെ ചെയ്ത തിന്മകൾക്ക് ശിക്ഷയും നൽകാൻ കഴിവുള്ളവനാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ നന്മയുടെ കവാടമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗം നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതല്ല, നമ്മളുടെ ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള സുഖങ്ങളാണ് ആ സ്വർഗത്തിൽ നമ്മുടെ സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവുണ്ടാവുകയും അത് ഒന്ന് ആഴത്തിൽ പഠിക്കാൻ, വസ്തുനിഷ്ഠമായി വിഷയങ്ങളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണേ എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.